സംസാരിച്ചു സംസാരിച്ചുണ്ട്. എന്നോട് ചോദിച്ചാ മതി എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എനിക്കത് 2 മണിക്കൂർ കഷ്ടപ്പാടാണെന്ന് അവിടുന്ന് ടോക്ക് ചെയ്യല്ലേ. പിന്നെ അസ്സലാമലൈക്കും ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ സ്വന്തം പോകും. അപ്പൊ ഇന്ന് ഫസ്റ്റ് നോമ്പായിരുന്നു നമ്മളുടെ. ഫസ്റ്റ് നോമ്പിന് ഞമ്മക്ക് ചെറിയൊരു അത്യാഗ്രഹം, ചെറുത്. ഒരു പള്ളിയിൽ പോയിട്ട് ഫുഡ് എടുത്തിട്ട് നിസ്കാരത്തിന് വേറൊരു പള്ളിയിൽ പോവാ, എന്നിട്ട് അവിടുന്ന് ഫുഡ് എടുക്കാം. അപ്പൊ 2 പള്ളിയിലത്തെ ഫുഡായില്ലേ? ഒരുത്തരും പ്ലാനല്ല, 2 പേരുടെ ബാക്കിലിരിക്കുന്ന ബെന്നയുടെയും പുറത്തിരിക്കുന്ന ജലാലിന്റെയും പ്ലാനായിരുന്നു. എന്നിട്ട് വലിച്ചോട്ടെ വെച്ച പാവ ചെക്കനെ പിടിച്ചും കൊണ്ടുപോയിട്ട് അവിടെ കണ്ടപ്പോ അവിടെ ഉള്ളാത്ത ആൾക്കാര് മലയാളി 90% മലയാളീസ്. വെള്ളം എടുക്കാൻ എന്ന് വെച്ചാൽ നോമ്പ് എടുക്കാൻ ഡേറ്റ്സ് പോലും കിട്ടില്ല, എന്ന് വെച്ചാൽ ഈത്തപ്പ ഒന്നും കിട്ടില്ല. അങ്ങനെ ഇതിന് ഉന്തിത്തള്ളി നിൽക്കുമ്പോ ഉള്ളിലൊരു അരിയ വെള്ളം എടുക്കുന്നു, കുടിക്കാൻ വെള്ളം എടുക്കുന്നു. നമ്മളെ അരിയല്ല, അവിടെ എല്ലാ അരിയുണ്ട്, ജിയോ ഉണ്ട്, എല്ലാരും ഉണ്ട്. അവിടെ മതസൗഹാർദ്ദമാണ് അവിടെ ദൂരം മച്ചന്മാരാ. അവസാനം ഫുഡും കിട്ടിയില്ല, എന്നിട്ട് അടുത്ത പള്ളിയിലുണ്ട്. എന്നിട്ട് ആട്ടിന്റെ കറിയുള്ളതാ. അല്ല, അവിടെ വെറുതെ ഒരു എക്സ്പെരിമെന്റൽ ഐറ്റത്തിന് പോയതാ. അവിടെ പള്ളിപ്പണി കഴിഞ്ഞിട്ടേ ഇല്ല, പള്ളി പണിഞ്ഞോണ്ടിരിക്കുകയാണ്. പള്ളിപ്പണി കഴിഞ്ഞിട്ടേ ഇല്ല. അവിടെ ചെന്നപ്പോട്ട് നമ്മളെ സക്കിന്റേസ് ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിൽക്കണേ. അവൻ ചെന്നിട്ട് അവിടുത്തെ മറ്റേ വത്തക്കി പിന്നെ പഴം അതിന് അത് നിസ്കാരം കഴിഞ്ഞിട്ട് 2 തൊള്ളായിട്ടിട്ട് തിരിച്ചു വന്നു. പിന്നെ അത് വെസ്കിന് പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഇവിടെ നമ്മള് പോയത് അവിടെ ഇവിടേക്ക് പോയി ബിരിയാണി കഴിക്കാൻ പോയി. ബിരിയാണി ഹൗസിൽ പോയി. അവിടെ പോയിട്ട് ഒരു ഫുള്ളാണ് കഴിച്ചു. എന്താ കഴിച്ചത്? നെയ്ച്ചോറും ചിക്കൻ കറി. അതങ്ങനെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതിന്റെ കറി എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. പിന്നെ കഥകൾ, ഇന്നത്തെ കഥ ഇന്നൊരു മൊത്തത്തിലൊരു അതോ കഥ സത്യം. രാവിലെ മുതലേ അങ്ങനെ ഒരു ചെറിയൊരു പോലീസ് സ്റ്റേഷൻ, എല്ലാം പോലീസ് സ്റ്റേഷൻ, അങ്ങനെ എല്ലാം കൂട്ടത്തിലുള്ള. വരുന്ന വഴിക്കാണ്. പിന്നെ അതേപോലെ തന്നെ പൂവിന്റെ വണ്ടി ഒരു തളച്ചു വന്ന് അതിപ്രായമായ ഒരു സ്ത്രീ വന്നിട്ട് കൊല്ലാൻ ശ്രമിച്ചു. നിർത്താണ്ട് പോയി. അത് കുഴപ്പമില്ല, ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട്. തിരിച്ചു കിട്ടിയതാണ്. അത് ക്യാമറയുടെ പിന്നിലുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നതാണ് ആ കഥ എന്താണെന്നുള്ളത്. സറൗണ്ടീസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ബാക്കിൽ നിന്ന്